മമതയ്ക്ക് തിരിച്ചടി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിക്കൊപ്പം ധർണയിരുന്നതിനാണ് നടപടി. ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഉണ്ണി, വിവരങ്ങൾ. അമിന, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കൊൽക്കത്ത പോലീസ് കമ്മീഷണറായ രാജീവ് കുമാർ മമതാ ബാനർജിക്കൊപ്പം കഴിഞ്ഞ ദിവസം സത്യാഗ്രഹം ഇരുന്നിരുന്നു കൊൽക്കത്തയിൽ. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പെരുമാറ്റം അച്ചടക്ക ലംഘനമാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. 1968ലെയും 69ലെയും സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണിത്. രാഷ്ട്രീയക്കാർക്കൊപ്പം ധർണയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തിന് ചേർന്ന നടപടിയല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അയച്ച കത്തിൽ നൽകിയിരിക്കുന്നത്. രാജീവ് കുമാറുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസുകളിൽ രാജീവ് കുമാർ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു CBI. അധികം ഹാജരാകാത്തതിനെ തുടർന്നായിരുന്നു CBIയുടെ നടപടികൾ. ഏതായാലും സുപ്രീം കോടതി ഇന്നിപ്പോൾ രാജീവ് കുമാർ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അച്ചടക്ക നടപടി നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥനെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അക്രമം നടത്താനുള്ള നടപടി ഉണ്ടാകുന്നുവെന്നാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോട് പ്രതികരിക്കുന്നത്. ഏതായാലും സംസ്ഥാന ചീഫ് സെക്രട്ടറി അച്ചടക്ക നടപടിക്ക് തയ്യാറാകുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മമതാ ബാനർജി ഉദ്യോഗസ്ഥന് പൂർണ്ണ പിന്തുണയുമായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിൽ. തീർച്ചയായും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ചീഫ് സെക്രട്ടറിക്കാണ് ഉത്തരവ് നൽകിയത്. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാൾ രാഷ്ട്രീയ നാടകത്തിന് സുപ്രീം കോടതിയുടെ മറുപടി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ CBIക്ക് മുന്നിൽ ഹാജരാകണം. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കോടതി ഉത്തരവിട്ടു. CBI നൽകിയ കോടതിയലക്ഷ്യ ഹർജികളിൽ ബംഗാൾ ചീഫ് സെക്രട്ടറിക്കും DGPക്കും രാജീവ് കുമാറിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ CBI ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം വിട്ടുകൊണ്ടാണ് സുപ്രീം കോടതി വിധി. രാജീവ് കുമാർ ചോദ്യം ചെയ്യലിനെ CBIക്ക് മുമ്പാകെ ഹാജരാകണം. कोर्ट ने ये उचित समझा कि राजीव कुमार जी CBI के सामने जो इन्वेस्टिगेटिव एजेंसी है उनसे कोऑपरेशन दे, पूर्ण रूप से कोऑपरेट करे. साथ साथ ये स्पष्ट किया कि उनके खिलाफ कोई ऐसी कार्रवाई ना हो जिसे कोर्सिव स्टेप कहा जाए. ബംഗാളിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ നിഷ്പക്ഷ സ്ഥലമെന്ന നിലയിൽ ഷില്ലോങ്ങിലാകണം ചോദ്യം ചെയ്യൽ. ഇതിന്റെ പേരിൽ അറസ്റ്റോ ബലപ്രയോഗമോ പാടില്ല. ചോദ്യം ചെയ്യലിനെത്തിയ CBI ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തിയതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി, DGP, പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ CBI നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 18-നകം ഉദ്യോഗസ്ഥർ മറുപടി നൽകണം. ഇവരെ നേരിട്ട് വിളിച്ചു വരുത്തണമോ എന്ന് മറുപടി പരിശോധിച്ച് ഫെബ്രുവരി 20-ന് കോടതി തീരുമാനിക്കും. ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസുകളിലെ അന്വേഷണം അട്ടിമറിക്കാൻ പ്രത്യേക സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന രാജീവ് കുമാർ ശ്രമിച്ചെന്ന CBI വാദം പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. കേസിലെ പ്രധാന തെളിവായ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തതായും CBIക്ക് വേണ്ടി അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. രാജീവ് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കി അധിക സത്യവാങ്മൂലവും CBI സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ രാജീവ് കുമാർ പ്രതിയല്ലെന്നും അന്വേഷണം നടത്തിയതിന്റെ പേരിൽ CBI വേട്ടയാടുകയാണെന്നും ബംഗാൾ സർക്കാർ വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ ഹാജരാക്കാനായത് വിജയമായി CBIയും കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നു. എന്നാൽ രാജീവ് കുമാറിന്റെ അറസ്റ്റ് വിലക്കിയത് വിജയമെന്ന് മമതയും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അഴിമതി കേസിൽ തിരിച്ചടി, രാഷ്ട്രീയ പോരാട്ടത്തിൽ നേട്ടം. ഇതാണ് ചിട്ടി ഫണ്ട് കുംഭകോണവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ മമതാ ബാനർജി നടത്തിയ നാടകത്തിന്റെ ഫലം. മമതയുടെ വലം കൈയായി തുടരുന്ന കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ സുപ്രീംകോടതി അവസരമൊരുക്കിയത് CBIക്കും കേന്ദ്ര സർക്കാരിനും ആശ്വാസമായി. ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനുള്ള CBIയുടെ ശ്രമം തെരുവിൽ തടയാൻ സാധിച്ചെങ്കിലും കോടതിയിൽ വിലപ്പോവില്ലെന്ന് മമതാ ബാനർജിക്കും വ്യക്തമായിരുന്നു. തന്റെ പോരാട്ടം അന്വേഷണത്തിനെതിരെയല്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മമതാ ബാനർജി പ്രഖ്യാപിച്ചതും ഈ തിരിച്ചറിവിന്റെ ഭാഗമായി തന്നെയാണ്. ഇതറിഞ്ഞിട്ടും തെരുവിലിറങ്ങിയത് തന്റെ പോരാട്ടം ബംഗാളിന്റെ പോരാട്ടമാക്കുക, അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പോരാട്ടമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെയായിരുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ മമതാ ബാനർജി വിജയിച്ചു. Victory of democracy, victory of constitution and victory of all my forces including central and state forces. അതേസമയം
കൊൽക്കത്ത പോലീസ് കമ്മീഷണറോട് അന്വേഷണത്തിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത് അഴിമതി കേസിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി തന്നെയാണ്. Today this investigation must be done in a fair manner. Let us not politicize it. Today is a great moral victory of the CBI. അതിലും വലിയ തിരിച്ചടിയാണ് ചോദ്യം ചെയ്യൽ ഷില്ലോങ്ങിലേക്ക് മാറ്റിയത്. CBI നിർദ്ദേശിക്കുന്ന ദിവസം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ഹാജരാകണം. അവർക്ക് ആവശ്യമായ സമയമെടുത്ത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാം. ഒരു രാഷ്ട്രീയ പിന്തുണയ്ക്കും നാടകത്തിനും അവസരമുണ്ടാകില്ല. ചോദ്യം ചെയ്യലിനിടെ കടുത്ത മുറകൾ സ്വീകരിക്കുന്നതിനുള്ള തടസ്സമാണ് ഇക്കാര്യത്തിൽ ഏക ആശ്വാസം. TJ ശ്രീലാൽ, ന്യൂസ് 18. അസം പൌരത്വ രജിസ്റ്റർ നടപടികൾ വൈകിപ്പിക്കുന്നതിൽ കേന്ദ്രത്തെ വിമർശിച്ച് സുപ്രീം കോടതി. രജിസ്റ്ററുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വേണ്ടിവന്നാൽ ആഭ്യന്തര സെക്രട്ടറിയെ വിളിച്ചു വരുത്തുമെന്നും കേന്ദ്ര സമീപനം വേദനിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന എംപാനൽ ജീവനക്കാരുമായി ഗതാഗത വകുപ്പ് മന്ത്രി ചർച്ച നടത്തുകയാണ്. മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, ഇന്ന് എംപാനൽ ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? ചർച്ച ഇപ്പോഴും തുടരുകയാണ്. മന്ത്രിയുടെ ചേംബറിൽ തന്നെയാണ് ചർച്ച നടക്കുന്നത്. ഇന്ന് എംപാനൽ ജീവനക്കാരുടെ സമരം 17 ദിവസം പൂർത്തിയായി. ഇതുവരെ സർക്കാർ തലത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് നിയമസഭയിലെത്തി എംപാനൽ ജീവനക്കാരുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. കഴിയുമെങ്കിൽ ഓർഡിനൻസ് അടക്കം ഇറക്കി തങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു നിവേദനം സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിഷയം സംയമനമായി പരിഹരിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം അവർക്ക് നൽകിയിരുന്നു. അതേ തുടർന്നാണ് ഗതാഗത മന്ത്രിയോട് ചർച്ച നടത്താൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പം മുൻപ് ചർച്ച ആരംഭിച്ചു. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. സ്വാഭാവികമായി സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യമായിരിക്കും പ്രധാനമായി ഗതാഗത വകുപ്പ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നയപരമായ തീരുമാനമാണ് എന്നും ഹൈക്കോടതി പ്രതികൂലമായി എംപാനൽ ജീവനക്കാർക്കെതിരെ ഒരു വിധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ഒരു നയപരമായ തീരുമാനമെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളടക്കം ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കോടതിയിൽ എംപാനൽ ജീവനക്കാർക്ക് ഇനിയും മുന്നോട്ട് പോകാം, സുപ്രീം കോടതിയിലടക്കം പോകുമ്പോൾ അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ സർക്കാർ എടുക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകും. സുപ്രീം കോടതി വരെ പോയ ശേഷവും എംപാനൽ ജീവനക്കാർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായില്ലെങ്കിൽ ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകാനാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ എംപാനൽ ജീവനക്കാർ സമരം അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രിയും. എംപാനൽ ജീവനക്കാരും സമരം ഇനി തുടർന്നു കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പറയാനാകും എന്താണ് കൃത്യമായ തീരുമാനമെന്ന്. എന്തായാലും ചർച്ച കഴിഞ്ഞ് ഈ സമരം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് എംപാനൽ ജീവനക്കാരും. അമീന. ശരി ഉമേഷ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന എംപാനൽ ജീവനക്കാർ നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു. പുനർനിയമിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. അനുഭാവപൂർവ്വമായ തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സമരക്കാർ പറഞ്ഞു. ഗവൺമെന്റിന് മുമ്പിലുള്ള അവശേഷിക്കുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണമാണ്. ഒരു ഓർഡിനൻസിലൂടെ ഇതിനെ തരണം ചെയ്യാന്നുള്ളതാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നതും അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വിളിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഉത്തരവ് ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നാലേ ഈ സമരം ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. തുറന്നടിച്ച് തച്ചങ്കരി. ഒന്നര വർഷം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ KSRTCയുടെ മുഴുവൻ കടങ്ങളും തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്ന് മുൻ MD ടോമിൻ തച്ചങ്കരി. വഴങ്ങാത്ത മേലധികാരിയെ സ്വാധീനം ഉപയോഗിച്ച് നീക്കുന്നു. വൻ സാമ്പത്തിക ശക്തികളാണ് KSRTCയിലെ യൂണിയനുകളെന്നും തച്ചങ്കരി പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന്റെ വരികൾക്കിടയിൽ പരിപാടിയിൽ മനസ്സ് തുറന്ന ടോമിൻ തച്ചങ്കരി KSRTCയിലെ തന്റെ കസേര നഷ്ടമായതിലുള്ള നിരാശ മറച്ചുവെച്ചില്ല. 10,500 ബസ്സുകളുമായി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഗ്രാമീണ മേഖല മൊത്തം അങ്ങ് കലക്കാൻ വെച്ചു. ഇവിടെ ലാഭം ഉണ്ടായാലും അവിടെ കോസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ ഒരു ഗുഡ് വില്ല് കിട്ടാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ വിഡ്രോ ചെയ്യപ്പെട്ട ബസ്സുകളുടെ സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക. അതെനിക്ക് കഴിയാത്തത് എനിക്ക് വിഷമമുണ്ട്. 1.5 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ KSRTCയുടെ 700 കോടി രൂപയുടെ കടം തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നു. KSRTCയെ ലാഭത്തിലാക്കാന്ന് മാത്രമല്ല പഴയ കടങ്ങളൊക്കെ തീർക്കാനും കഴിഞ്ഞേനെ. TDS അടയ്ക്കാതിരിക്കുക, ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, സപ്ലൈസ് എന്നുള്ളത് എല്ലാം കൂടെ കൂടി. അപ്പോൾ ഓരോ മാസമായിട്ട് കുറച്ച് പൈസ കൊടുക്കാനും കഴിഞ്ഞേനെ. താൻ എന്തൊക്കെ ചെയ്തിരുന്നെങ്കിലും യൂണിയൻ നേതാക്കൾ അതിനെയെല്ലാം എതിർത്തു.
അവർ ഞാൻ എന്ത് ചെയ്താലും അതിനെ എതിർക്കുമായിരുന്നു. അതായിരുന്നല്ലോ ഒരു പ്രധാന കാരണവും. ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റെന്ന് പറയേണ്ട ഒരു സെഗ്മെന്റാണ് ഗവൺമെന്റ്. KSRTC നഷ്ടത്തിലാണെങ്കിലും അവിടുത്തെ തൊഴിലാളി സംഘടനകൾ ലാഭത്തിലാണ്. വഴങ്ങുന്നയാളല്ല മേലധികാരിയെങ്കിൽ യൂണിയനുകൾ കുപ്രചരണം തുടങ്ങും. പിന്നെ സ്വാധീനം ഉപയോഗിച്ച് മാറ്റും. അവരാദ്യം ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും. ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ അലിഗേഷൻ പറയും, അയാളെ പറ്റി വേറെ കുപ്രണങ്ങൾ പറയാം. അതൊക്കെ ഒരു സ്റ്റൈലാണ്. ഇതിലൊന്നും വരളാത്ത ആളാന്ന് കണ്ടാൽ പിന്നെ അവർ അടുത്ത ലെവലിൽ എന്നെ മാറ്റാൻ സ്വാധീനമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. താൻ KSRTC MD ആയിരുന്നപ്പോൾ പ്രൈവറ്റ് ബസ് ഉടമകൾ അസ്വസ്ഥരായിരുന്നുവെന്നും തച്ചങ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. KSRTC ദിവസ വരുമാനത്തിൽ വൻ ഇടിവ്. കഴിഞ്ഞ മാസം 8.5 കോടി രൂപ വരെ കളക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുമാനം 6 കോടി രൂപയ്ക്കും താഴെയാണ്. ടോമൻ ജെ തച്ചങ്കരി MD സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷനിലും വൻ കുറവുണ്ടായി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് KSRTCയുടെ വരുമാനം ആദ്യമായി 8.5 കോടി രൂപ കടന്നത്. എന്നാൽ മണ്ഡലകാലം അവസാനിച്ച കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ തന്നെ വരുമാനം ഇടിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 5 ദിവസവും 6 കോടി രൂപയിൽ താഴെയാണ് കളക്ഷൻ. മണ്ഡലകാലത്തിന് ശേഷം ജനുവരി 28-ന് മാത്രമാണ് കളക്ഷൻ 7 കോടി രൂപയിലെത്തിയത്. മണ്ഡലകാലത്തിന് ശേഷമുള്ള ദിവസ വരുമാന കണക്ക് ഇങ്ങനെ. കഴിഞ്ഞ മാസം 31-നാണ് ടോമൻ ജെ തച്ചങ്കരി സ്ഥാനമൊഴിയുന്നത്. അതിനുശേഷമുള്ള 3 ദിവസത്തെ വരുമാനത്തിലും വലിയ ഇടിവുണ്ടായി. വരുമാനക്കുറവുണ്ടായെന്നും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓപ്പറേഷണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സർവീസ് നടത്തിപ്പിലെ അപാകതയാണ് വരുമാനം കുറയാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ സർവീസ് റദ്ദു ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വരുമാനമുള്ള ഷെഡ്യൂളുകൾ പരമാവധി പ്രവർത്തിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇതോടൊപ്പം നേരത്തെ നൽകിയിട്ടുള്ള ഡിപ്പോ ടാർഗറ്റ് പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വയനാട് മണ്ഡലത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയം. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നാവണം സ്ഥാനാർത്ഥി. പ്രമേയം പാസാക്കിയത് മുക്കത്തു ചേർന്ന യൂത്ത് കോൺഗ്രസ് വയനാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്തുശ്ശേരിയാണ്. അശ്വിൻ, MI ഷാനവാസിന്റെ മകൾ അമീന ഷാനവാസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങളെ തള്ളാൻ കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിലാണോ യൂത്ത് കോൺഗ്രസിന്റെ ഇത്തരത്തിലൊരു പ്രമേയം? അമീന, വയനാട് പോലെ ഒരു ഉറച്ച മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ പ്രവർത്തകരുടെ വികാരം പരിഗണിച്ചുകൊണ്ട് മാത്രമേ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാവുള്ളൂ. അതോടൊപ്പം തന്നെ മലബാറിൽ നിന്നുള്ള നേതാക്കളെ മാത്രമേ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വേണ്ടൂ എന്നിങ്ങനെ തുടങ്ങിയ പരാമർശങ്ങളോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. നേരത്തെ അമീന മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാണ്, പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അമീന പറഞ്ഞ സമയത്ത് തന്നെ KSU എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ മലബാറിൽ നിന്നുള്ള യുവാക്കൾക്ക് പ്രാധാന്യം നൽകണം. വയനാട് പോലെ ഒരു ഉറച്ച മണ്ഡലത്തിൽ പാർട്ടിക്ക് അത്രയും വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും നൽകുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസും KSU മുന്നോട്ട് വെക്കുന്നത് ഒരു പേര് തന്നെയാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖിനെ വയനാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പേര് പുറത്തേക്ക് പറയുന്നില്ലെങ്കിൽ കൂടിയും T സിദ്ദിഖ് വയനാട്ടിൽ മത്സരിക്കണം എന്ന് തന്നെയാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അഭിപ്രായം. ഇതാണ് ഇന്ന് മുക്കത്ത് നടന്ന വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കൺവെൻഷനിൽ ഈ കാര്യം ഒരു പ്രമേയമായി തന്നെ പാസാക്കി. ഏകകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. AICC അംഗവും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ രവീന്ദ്രദാസ് കൂടെ പങ്കെടുത്ത കൺവെൻഷനായിരുന്നു ഇത്. ഈ സമയത്ത് മുല്ലപ്പള്ളിയുടെ യാത്ര അടുത്ത ദിവസങ്ങളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലൂടെ സഞ്ചരിക്കാനിരിക്കുകയാണ്. ഇതിനിടെയാണ് ഒരു പ്രമേയമായി യൂത്ത് കോൺഗ്രസ് തന്നെ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അമീനെ കൂടാതെ MM ഹസൻ, അതേപോലെ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ പേരുകളും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നു. പാർട്ടിയുടെ ഒരു ഉറച്ച സീറ്റിൽ ഇങ്ങനെ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരരുത് എന്നുള്ള ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് ഏതായാലും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഏതായാലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കോൺഗ്രസിന് അത്ര എളുപ്പമാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മന്ത്രി G. സുധാകരനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം നൽകിയ പരാതിയിൽ അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയുടേതാണ് ഉത്തരവ്. മാർച്ച് 29-ന് മന്ത്രി കോടതിയിൽ ഹാജരാകണം.
ജി സുധാകരൻ സഹകരണ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന തോട്ടപ്പള്ളി സ്വദേശിനി നൽകിയ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. 2016 ഫെബ്രുവരി 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തോട്ടപ്പള്ളിയിൽ നടന്ന റോഡ് നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ്. മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. പാർട്ടിയിൽ പരാതി കൊടുത്തു, യാതൊരു നടപടിയില്ല. പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു, അല്ല അന്വേഷിച്ച് എഫ്ഐആർ ഇട്ടു, ഒരു നടപടിയില്ല. പിന്നീട് എഫ്ഐആർ ഇട്ടിട്ട് നടപടിയൊന്നുമില്ല. ആദ്യം ന്യായാലയം കോടതി കേസ് പരിഗണിച്ചെങ്കിലും വകുപ്പ് 509 പ്രകാരമുള്ള കേസായതിനാൽ പിന്നീട് അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറി. വിഭാഗീയ പ്രശ്നങ്ങളാണ് മന്ത്രിയുടെ മോശം പെരുമാറ്റത്തിന് കാരണമെന്ന് മുൻ CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ സാലി വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 509 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ട കോടതി മാർച്ച് 29-ന് മന്ത്രി ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ നടൻ കൊല്ലം തുളസി കീഴടങ്ങി. ചവറ പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10 മണിയോടെയാണ് കീഴടങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കൊല്ലം തുളസിയെ ചവറ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് കൊല്ലം തുളസി കീഴടങ്ങിയത്. ശബരിമലയിൽ വരാനിരിക്കുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചുകീറി ഒരു ഭാഗം ഡൽഹിയിലേക്കും ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്കും ഇട്ടുകൊടുക്കണമെന്നായിരുന്നു വിവാദ പരാമർശം. BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള നടത്തിയ ജാഥയ്ക്കിടെ ചവറയിലായിരുന്നു സ്ത്രീവിരുദ്ധ പ്രസംഗം. വിധി പറയാനിരുന്ന കേസ് പിൻവലിച്ച മുൻ മന്ത്രി തോമസ് ചാണ്ടിക്കും കുടുംബാംഗങ്ങൾക്കും 4 ലക്ഷം രൂപ വീതം പിഴയിട്ട് ഹൈക്കോടതി. നിലം നികത്തി റോഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വിജിലൻസ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിച്ചതിനെ തുടർന്നാണ് ഉത്തരവ്. പിഴയടച്ച് ഹർജി പിൻവലിക്കാൻ കോടതി അനുവദിച്ചു. തോമസ് ചാണ്ടിയുടെ ഉടമസ്ഥയിലുള്ള ലേക്ക് പാലസ് ഹോട്ടലിലേക്ക് നിലം നികത്തി റോഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വിജിലൻസ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. തിങ്കളാഴ്ച വിധി പറയാനിരിക്കെ ഇന്നലെയാണ് തോമസ് ചാണ്ടിയും കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട ഹർജിക്കാർ പിൻവലിക്കൽ അപേക്ഷ നൽകിയത്. വിധി പറയുന്നതിന് തൊട്ടുമുമ്പ് ഹർജി പിൻവലിക്കുന്നത് നല്ലതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജിക്കാർ കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കിയതായും വിലയിരുത്തി. തോമസ് ചാണ്ടിക്കൊപ്പം ഭാര്യ, മകൻ ടോബി ചാണ്ടി, മകൾ ബെറ്റി ചാണ്ടി, ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് മാത്യു എന്നിവരടക്കം വ്യത്യസ്തമായ ഹർജികൾ നൽകിയ 7 പേരും 25,000 രൂപ വീതം കെട്ടിവെക്കണം. ലീഗൽ സർവീസ് അതോറിറ്റിയിൽ 10 ദിവസത്തിനകം പണം കെട്ടിവെക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്തിമ റിപ്പോർട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം നിലനിർത്തിയാണ് ഹർജി പിൻവലിക്കാൻ കോടതി അനുമതി നൽകിയത്. MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. സഭയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി KCBC മാർഗരേഖ പുറത്തിറക്കി. ലൈംഗികാതിക്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാനും വൈദികർ അന്വേഷണവുമായി സഹകരിക്കാനും മാർഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട്. ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ലൈംഗിക പീഡന കേസുകളിൽ പെടുന്ന പശ്ചാത്തലത്തിലാണ് KCBCയുടെ നീക്കം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ സഭാ നിയമപ്രകാരം കർശന നടപടി വേണം. അതിനൊപ്പം പരാതി പോലീസിനെയും അറിയിക്കണം. വൈദികർ ലൈംഗികാതിക്രമ കേസുകളിലെ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണം. പീഡനത്തിന് ഇരയാകുന്നവരോട് സഭയിലുള്ളവർ അനുഭാവപൂർവ്വമായി പെരുമാറണമെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. സാധാരണഗതിയിൽ മെത്രാൻമാർക്കാണ് ഇത്തരത്തിൽ മാർഗരേഖ നൽകാറുള്ളതെങ്കിലും ഇത്തവണ സഭയിലെ മുഴുവൻ വൈദികർക്കും ഒപ്പം വിശ്വാസികൾക്കും മാർഗരേഖ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നറിയുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം പൊറുക്കാനാകാത്ത കുറ്റമായി കണക്കാക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വൈദികർ ഒപ്പം താമസിപ്പിക്കരുത്. അവരുമായി ദീർഘദൂര യാത്ര പോവുകയോ വസ്ത്രങ്ങളില്ലാത്ത ദൃശ്യങ്ങൾ എടുക്കുകയോ പാടില്ലെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന തമാശകളിൽ നിന്ന് വൈദികരോട് വിട്ടുനിൽക്കാനും മാർഗരേഖ പറയുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അടക്കം ഉൾപ്പെട്ട ലൈംഗിക പീഡന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ നടപടി. ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. പ്രളയ ദുരിതാശ്വാസത്തിന് കേരളത്തിന് വീണ്ടും വൻ തുകയുടെ ബില്ല് അയച്ച് കേന്ദ്ര സർക്കാർ. 102 കോടി രൂപയുടെ കണക്കുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അയച്ചു. രക്ഷാ ഹെലികോപ്റ്ററുകൾ അയച്ചതു മുതൽ വ്യക്തികളെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ ചെലവ് വരെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. കണക്ക് പരിശോധിച്ച ശേഷം റീഇംബേഴ്സ്മെന്റ് ആവശ്യവുമായി കേരളത്തിന് കേന്ദ്രത്തെ സമീപിക്കാമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യസഭയിൽ പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ബാംറെ നൽകിയ മറുപടിയിലാണ് കേരളത്തിന് 102 കോടിയുടെ ബില്ല് നൽകിയ കാര്യം അറിയിച്ചത്. എളമരം കരീമിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി കേരളത്തിന്റെ പ്രളയ ദുരിതാശ്വാസ തുകയുടെ ബില്ല് വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 4000-ലേറെ ആളുകളെ രക്ഷിച്ച ഇനത്തിൽ വ്യോമസേനയുടെ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും വന്ന ചെലവാണ് 102 കോടി. അവശ്യ സാധനങ്ങൾ ആകാശമാർഗം കൊണ്ടുപോയതിന്റെ തുകയും ഇതിൽ ഉൾപ്പെടും. കരസേനയടക്കം മറ്റു സേനകൾക്കുണ്ടായ ചെലവിന്റെ കൂടുതൽ ബില്ലുകൾ തയ്യാറാക്കി വരികയാണെന്നും പ്രതിരോധ സഹമന്ത്രി പറഞ്ഞു.
കണക്കുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം റീഇംബേഴ്സ് ആവശ്യവുമായി കേരളത്തിന് കേന്ദ്രത്തെ സമീപിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്ക് സായുധ സേനകൾ ദുരിതാശ്വാസ രക്ഷാസഹായം നൽകുമ്പോൾ അതിന്റെ ബില്ല് അയക്കുന്നത് പതിവാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സർക്കാർ തോന്നുംപടി പോയപ്പോഴാണ് ആചാര സംരക്ഷണത്തിനായി ഭക്തർക്കൊപ്പം നിന്നത് എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ NSSനെ വിമർശിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് ധാർമ്മിക അവകാശമില്ല. ആരുമായും നിഴൽ യുദ്ധത്തിനില്ല. ശബരിമല വിഷയത്തിൽ തിടുക്കം കാട്ടരുതെന്ന് മുഖ്യമന്ത്രിയോടും കോടിയേരി ബാലകൃഷ്ണനോടും നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പേരിൽ NSSനെതിരെ വാളോങ്ങാൻ കോടിയേരിക്കും അനുയായികൾക്കും ധാർമ്മിക അവകാശമില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS ശക്തമായ എതിർപ്പുമായി തുടരുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളെ ഉൾപ്പെടുത്തി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിച്ച സർക്കാർ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും മുസ്ലിം മതപണ്ഡിതരും പങ്കെടുത്തു. ഫെബ്രുവരി 15 മുൻപ് ജില്ലാതല നവോത്ഥാന സമിതികൾ രൂപീകരിക്കാനാണ് തീരുമാനം. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് നാളെ പരിഗണിക്കും. തന്ത്രി കണ്ഠരര് രാജീവര് നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 4 സ്ത്രീകൾ സുപ്രീംകോടതിയെ സമീപിച്ചു. യുവതീ പ്രവേശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് വിസമ്മതിച്ചു. കോടതിയലക്ഷ്യ ഹർജി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട അഭിഭാഷകനോട് നാളെ കോടതിയിൽ ഹാജരായിരിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കനകദുർഗയ്ക്ക് ഭർതൃവീട്ടിൽ പ്രവേശിക്കാൻ കോടതിയുടെ അനുമതി. കനകദുർഗ നൽകിയ ഹർജിയിൽ പുലമന്തോൾ ഗ്രാമന്യായാലയമാണ് ഉത്തരവിട്ടത്. ശബരിമല ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ ഭർത്താവോ സഹോദരങ്ങളോ തയ്യാറായിരുന്നില്ല. അനുമോദ് ചേരുകയാണ് വിവരങ്ങളുമായി. അനുമോദ്, കനകദുർഗയ്ക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നു. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? പ്രധാനമായിട്ടും വിധിയിൽ പറയുന്നത് ഒരു കാര്യമാണ്. കനകദുർഗയ്ക്ക് നിലവിൽ എവിടെയായിരുന്നോ താമസിച്ചിരുന്നത് ആ വീട്ടിൽ പ്രവേശനം നൽകണം. അവരെ ആർക്കും തന്നെ തടയാൻ അധികാരമില്ല. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ വീട്ടിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ വിച്ഛേദിക്കാനോ അവർക്ക് കൊടുക്കാതിരിക്കാനോ പാടില്ല. അവരെ ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ അവരെ തടയാൻ കഴിയില്ല. അതായത് എങ്ങനെയായിരുന്നു അവർ മുമ്പ് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് അതുപോലെ തന്നെ വേണം താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് വിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. വിധി ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്ന മറ്റ് ഗാർഹിക പീഡനങ്ങളെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇപ്പൊ ഈ നമുക്കറിയാൻ സാധിക്കുന്ന വിവരം വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ കനകദുർഗയെ അങ്ങാടിപ്പുറത്തേക്കുള്ള വീട്ടിൽ പോലീസ് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. BJP അടുത്തൊന്നും കേരളത്തിൽ ഭരണം പിടിക്കുകയില്ലെന്ന് O. രാജഗോപാൽ MLA. നിയമസഭയിൽ ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു BJP MLA ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ BJP അല്ല ഭരിക്കുന്നത്, ഭരിച്ചിട്ടുമില്ല, അടുത്തൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ വൻ റേഷനരി വേട്ട. സിവിൽ സപ്ലൈസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ 1500 കിലോ റേഷനരി പിടികൂടി. ഇഞ്ചിവിള പ്രദേശത്തെ നിരവധി ഗോഡൌണുകളിൽ നിന്നായാണ് റേഷനരി പിടികൂടിയത്. പരിശോധനാ വിവരമറിഞ്ഞ് പൂട്ടിയിട്ട ഗോഡൌണുകൾ പൊളിച്ചാണ് വിജിലൻസ് പരിശോധന നടത്തിയത്.